ഷമീം ചോദിച്ചൊരു ചോദ്യം, വണ്ടി ഫസ്റ്റ് എടുത്ത ടൈമിൽ ഇപ്പൊ 60,000 ഓടിയപ്പോഴേക്കും എന്തെങ്കിലും റേഞ്ചിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അതൊരു നല്ല ചോദ്യമാണ്. ഫീമെയിൽസിന് ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഈ വണ്ടിയിൽ എന്ന് വെച്ചാൽ ഇതിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും കാണാം. അപ്പം അങ്ങനെ നമുക്ക് ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് എവിടെ നിന്നും തിരിച്ചെടുത്ത് നമുക്ക് പോകാൻ പറ്റും. ഈ EV ഓടിക്കുമ്പം നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മളൊരു ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മെയിൻ്റെനൻസ് ലെവലിൽ നോക്കുവാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന സാധാരണ എവറി 10,000 സർവീസ് ഉണ്ട്. AC ഫിൽറ്റർ മാറുക, അങ്ങനെ ചെറിയ ഒരു 1,000-1,500 രൂപയുടെ സർവീസാണ് വരാറുള്ളത്. പിന്നെ വന്നിരിക്കുന്ന ഇപ്പോൾ ഒരു 50,000 ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ഒരു എൻട്രി ലെവലിൽ ഒരു EV വെഹിക്കിൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് MG കോമറ്റ്. അതായത് EVനെ കുറിച്ചിട്ട് കൂടുതൽ ആൾക്കാർക്ക് ഇപ്പം അറിയണം എന്നുണ്ട്, പക്ഷെ കൂടുതൽ പണം മുടക്കാൻ തയ്യാറല്ല. എൻട്രി ലെവലിൽ ഒരു EV വാഹനം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ രണ്ട് വാഹനം ഉപയോഗിക്കുന്ന ഒരു യൂസർ ഉണ്ട്. ഓൾറെഡി കുറച്ച് കാലം മുമ്പ് ഈ യൂസറുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഞാൻ എടുത്തതാണ്. ഇപ്പം അതിൽ കൂടുതലായിട്ട് അദ്ദേഹം ഓടിയിട്ടുണ്ട് വാഹനം. അപ്പം നമുക്ക് അദ്ദേഹത്തോട് യൂസർ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ള എക്സ്പീരിയൻസ്, എന്തൊക്കെയാണ് EV വാഹനത്തിന് വരുന്ന പ്രശ്നങ്ങൾ, ബാറ്ററി പ്രോബ്ലം ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടോ, എത്ര കിലോമീറ്റർ ഓടി, നെഗറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസറോട് ചോദിക്കാം. ഈ രണ്ട് വാഹനം ഉപയോഗിക്കുന്ന ഒരു യൂസറാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഞാൻ ജിൻഡോ. നമ്മളൊരു ലാസ്റ്റ് ഇയർ നമ്മളൊന്ന് ഒരു റിവ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫസ്റ്റ് കോമറ്റ്. അന്ന് 30,000 റിവ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഈ വണ്ടി 60,000 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2026 വേറൊരു കോമറ്റും കൂടെ എടുത്തു. ഇതിപ്പം 3 മാസമായിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ 15,000 കിലോമീറ്റർ ഓടി. ഇപ്പോൾ രണ്ടും ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഞാനും ബ്രദറും മാറി മാറി ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, 2026 ഈ വണ്ടി എടുക്കാൻ നേരത്ത് ഈ സീരീസ് സെയിം നമ്പർ തന്നെ വേറൊരു സീരീസ് നമുക്ക് അവൈലബിൾ ആയി കിട്ടി. അപ്പോൾ നമുക്ക് രണ്ടിനും ഒരേ നമ്പർ തന്നെ കിട്ടുകയും ചെയ്തു. അതും വേറൊരു ഇതാണ്. അങ്ങനെ നമ്മളൊരു ഡ്രൈവ് പോവാന്ന്. ബ്രോ ജിൻഡോ നമ്മളെ പഴയ ക്ലാസ്മേറ്റ് ആണ് അല്ലേ? കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള വ്യക്തികളാണ് നമ്മൾ രണ്ടുപേരും. അപ്പം ഓൾറെഡി ജിൻഡോന്റെ ഒരു യൂസർ റിവ്യൂ നമ്മൾ 30,000 ഇതേ വണ്ടിന്റെ നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒരു റിവ്യൂ നമ്മൾ 30,000 കിലോമീറ്റർ ഓടിയപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു അന്ന്. അതിനുശേഷം ഇപ്പൊ ഈ വണ്ടി 60,000 കിലോമീറ്റർ ഓടി ബ്രദർ ഒരു വാഹനം കൂടെ എടുത്തു അല്ലേ? അതെ. സെയിം വണ്ടി, എല്ലാം EV ഫാമിലി ആയി മാറി. അതെ. ഇത് ഈ വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ലാഭവും പിന്നെ ഇത് കൊണ്ടു നടക്കാനുള്ള ഒരു ഈസിനെസ്സും എല്ലാം കൂടെ ഇഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ അടുത്തൊരു വണ്ടിയും കൂടെ വാങ്ങിച്ചു. പിന്നെ ഐസ് എഞ്ചിൻ വെഹിക്കിൾ എല്ലാം ഒഴിവാക്കി. ഐസ് എഞ്ചിൻ വണ്ടി ഉണ്ടായിരുന്നു, ബലേനോ ഉണ്ടായിരുന്നു. അപ്പം ഇത് എടുത്ത് ഇതിന്റെ ഒരു ഗുണം മനസ്സിലായപ്പം പിന്നെ ആ ഐസ് എഞ്ചിൻ വണ്ടി നമുക്ക് നമ്മുടെ ഡെയിലി യൂസിൽ ആവശ്യമില്ലാന്ന് തോന്നിയപ്പോൾ നമ്മളത് വിറ്റു. മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ അതിന് വരുമ്പോൾ പ്രശ്നങ്ങളും. പിന്നെ നമ്മളെ ഡെയിലി യാത്ര ഉള്ള ആൾക്കാരാണ് ഞാൻ ബ്രദറും. പുള്ളിക്കും ഡെയിലി യാത്ര എന്ന് പറഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ 150 കിലോമീറ്ററോളം പുള്ളിക്ക് ഡെയിലി യാത്രയുണ്ട്. പുള്ളിക്ക് അപ്പോൾ അതിൽ പെട്രോൾ അടിക്കുന്ന സൈഡ് നോക്കി കഴിയുമ്പോൾ അത് ഹ്യൂജ് പെട്രോള് കൺസംഷൻ ഉണ്ട്. ഒരു മാസം പുള്ളിക്ക് നല്ലൊരു തുകയുടെ പെട്രോൾ അടിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാനിത് എടുത്തിപ്പോൾ 2 വർഷം ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരിതും മിക്കവാറും പുള്ളി ഓടിക്കാറുള്ളതാണ്. അപ്പോൾ അത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ ഗുണവും ഇതിൻ്റെ ഈസിനെസ്സും ഇതിൻ്റെ ലാഭവും ആ സൈഡ് മനസ്സിലായപ്പോൾ പുള്ളി ആ വണ്ടി അങ്ങ് വിറ്റിട്ട് ഇത് കൂട്ട് ഒരെണ്ണം നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണുണ്ടായത്. ഇതിപ്പോൾ എടുത്ത് 2026 ഏപ്രിലാണ് നമ്മുടെ സെക്കൻഡ് കോമറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 മാസമായിട്ടേ ഉള്ളൂ ഇപ്പം നമ്മൾ എടുത്തിട്ട്. 3 മാസം കൊണ്ട് അത് എത്ര ഓടി? 3 മാസം കൊണ്ട് ഇപ്പോൾ ഒരു 15,000 കിലോമീറ്റർ കഴിഞ്ഞു. അതായത് ബ്രോന്റെ ബ്രദർ എടുത്ത വണ്ടി 15,000 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞു. ഇത് ഇതിപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ 61,694 എക്സാക്ട് ഇപ്പൊ വരെയുള്ള കിലോമീറ്റർ. എത്ര വർഷം കൊണ്ട്? ഇതിപ്പോ 2 ഇയർ എന്ന് പറഞ്ഞാല് ജൂലൈ ഒരു 29th, ഓഗസ്റ്റ് 1 ആകുമ്പോഴത്തേക്ക് ഇത് 2 ഇയർ കംപ്ലീറ്റ് ആവും. അപ്പം നമ്മൾ ഒരു സജഷൻ പറയാനുള്ളത്, എല്ലാവരും EV വാഹനം ഭയങ്കര ലാഭം എന്ന് പറഞ്ഞിട്ടൊന്നും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം ഓട്ടോ ഇല്ലാത്തവർക്ക് EV വാഹനം ലാഭം ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല അത്യാവശ്യം ഓട്ടം വേണ്ടേ ബ്രോ? EV വാഹനം നമ്മൾ ഓട്ടോ ഇല്ലാത്തവർ എടുത്തുകൊണ്ട് കാര്യമില്ല. കാരണം ഓട്ടോ ഇല്ലാത്തവർക്ക് EV വാഹനം എടുത്ത് ഒരു ലാഭം ആക്കി എടുക്കാൻ പറ്റില്ല. അതിന് ഐസ് എഞ്ചിൻ വണ്ടി മതി. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള ഓട്ടോ ആണ്, കാര്യങ്ങളാണ്. അപ്പോൾ
ഈ ഓട്ടം ഉള്ളവർക്ക് മാത്രമാണ് ഞാൻ EV സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ EV ലാഭമാക്കി എടുക്കാന്ന് പറഞ്ഞാൽ EVയുടെ വിലയും ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആ ലെവലിൽ വണ്ടി ഉദ്ദേശിക്കുന്നവർ ആ വണ്ടിയുടെ വിലയും കൂടെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം EV എടുക്കാൻ. അല്ലാതെ നമ്മളൊരു 20 lakhs above ഉള്ള ഒരു EV എടുത്തിട്ട് നമുക്ക് ലാഭമാക്കി എടുക്കുന്നതും ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള ഒരു EV എടുത്തിട്ട് ലാഭമാക്കി എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഒരു 8 lakh ആ റേഞ്ചിലുള്ള ഈ വണ്ടി നമുക്കൊരു 1 lakh ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് ഇവൺ ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ 20 lakhs ഒരു EV ആണ് എടുക്കുന്നതെങ്കിൽ അത് ബ്രേക്ക് ഇവൺ ആവാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. കാരണം അതിൻ്റെ വിയർ ആൻഡ് ടയർ മെയിൻ്റെനൻസ്, ടയറിൻ്റെ കോസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് മെയിൻ്റെനൻസ് ലെവൽ കൂടുതലായിട്ട് തന്നെ വരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതായത് ഇപ്പൊ 20 lakhs EV എടുക്കുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള റേഞ്ച് ഉണ്ടാവും, അതിനനുസരിച്ചിട്ടുള്ള ഓട്ടോ ഉള്ളവർക്കാണെങ്കിൽ അത് മുതലാക്കി എടുക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ എടുക്കാം. ഇപ്പം ബ്രോന്റെ കേസിൽ ഇപ്പം ബ്രോക്ക് ഒരു 100 കിലോമീറ്ററിന്റെ ഉള്ളിലായിരിക്കും ഡെയിലി വീട്ടിൽ നിന്ന് ഓഫീസിൽ പോയിട്ട് വരേണ്ട രീതിയിലുള്ള, അതുകൊണ്ട് ബ്രോക്ക് ഈ ഒരു വാഹനം മതി. അതെ, ഇതിപ്പോ ഓരോരുത്തരും ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ യൂസ് ആണ്. എനിക്ക് ഡെയിലി ഉള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ 100 അല്ലെ 150 കിലോമീറ്ററിന് ഉള്ളിലുള്ള ഒരു ഡെയിലി കമ്മ്യൂട്ടിംഗ് ആയിട്ടുള്ള ഒരു ജോലി, ആ രീതിയിലുള്ള ഒരു ജോലിയാണ് നമ്മൾ. അപ്പോൾ എനിക്ക് ഇത് മതി. കാരണം ഇത് എനിക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എൻ്റെ കൂടുതൽ ഡ്രൈവും സിംഗിൾ ഡ്രൈവ് ആണ്, പിന്നെ സിറ്റി ഡ്രൈവ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് മോർ കൺവീനിയന്റ് ആണ്. ഇത് വളരെ ഒരു സ്ട്രെസ് ഫ്രീ ആണ് ഈ വണ്ടി കൊണ്ടു നടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് വലിയ വണ്ടികൾ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾക്ക് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ സൈഡ് റിവേഴ്സ് എടുക്കല്, സിറ്റി കൂടെയുള്ള യാത്രയിൽ എല്ലാം നമ്മൾ കുറെ കൂടി സ്ട്രെസ്ഡ് ആയിരിക്കും. പക്ഷെ ഈ വണ്ടി നമ്മൾ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു വണ്ടി ഓടിക്കുമ്പം ഒരു ഇതുപോലെയാണ്, എന്താ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. ഇത് സ്ഥിരമായി ഓടിച്ചുകൊണ്ടായിരിക്കാം, പക്ഷെ വലിയ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇത് നമുക്ക് ഒരു 360 ഡിഗ്രിയിലേക്ക് ഇരുന്നാൽ കാണാം. ആകെ ഇത്ര സൈസേ ഉള്ളൂ. അപ്പോൾ അതും വലിയ വണ്ടിയിലേക്ക് ഓടിക്കാൻ പോകുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് തന്നെയാണ് അല്ലേ, സിറ്റി യൂസിന് ബെസ്റ്റ് വണ്ടിയാണിത്. പിന്നെ ലോങ് ഓടിക്കുകയാണെങ്കിലും ഫ്രണ്ട് 2 സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, ബാക്ക് അത്ര പറയാനില്ല, മോശം തന്നെയാണ്. ഒരു കൂടിപ്പോയ ഒരു 10-15 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്യാൻ കൊള്ളുന്ന സീറ്റല്ല ബാക്ക്. കാരണം അത് കുട്ടികൾക്കെല്ലാം ഓക്കെയാണ്. നമുക്ക് അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്ര നന്നാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ബ്രോ ഇപ്പൊ ഈ രണ്ടും ഒരേ വേരിയന്റ് ആണ്, ഒരേ ബാറ്ററി പാക്ക് ആണ് എടുത്തിട്ടുള്ളത്. അതെ, ഇതിന്റെ ബേസ് മോഡൽ ആണെങ്കിലും ഫുൾ ഓപ്ഷൻ ആണെങ്കിലും ബാറ്ററി പാക്കും സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. പിന്നെ മറ്റ് കുറച്ച് ഡിസ്പ്ലേ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് എക്സ്ട്രാസ് ആണ് ഓരോ മോഡലും മാറുന്നതിനനുസരിച്ചുള്ളത്. ഇത് ബേസ് മോഡലിൽ ഒരു സിംഗിൾ ഡിസ്പ്ലേ ആണ്, ഫുൾ ഓപ്ഷനിൽ ഫുള്ള് കവർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വരും. അങ്ങനെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത സമയത്ത് എനിക്ക് വന്നിരിക്കുന്ന ഒരു 8 lakhs അടുത്താണ് ഇതിന് എനിക്ക് ഓൺ റോഡ് കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വില കൂടിയിട്ടുണ്ടെന്ന്, ഇപ്പം വില കൂടിയെന്നാണ് MG എന്ന് പറഞ്ഞത്. ഈ വണ്ടി എടുക്കുമ്പോഴും നമ്മൾ ഒരു വർഷം ഇയർ ബാക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ തന്നെ കിട്ടി. അപ്പൊ അതും നിയർലി 8 lakhs ആ റേഞ്ചിനുള്ളിൽ തന്നെ കിട്ടി. 8 lakhs ബിലോ നമുക്ക് കിട്ടി. ഇപ്പോഴും നിലവിൽ 8 lakhs ഇപ്പോൾ ഇതിൽ ഇതിന് പ്രൈസ് കൂടി എന്നാണ് MG എന്ന് പറഞ്ഞത്. 8.5-9 lakhs ബേസ് മോഡലിൽ വന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊന്നും ഇതുവരെ ഇറക്കിയ പിന്നെ വാഹനം MG ഇല്ല. ഇതിന് ഫേസ് ലിഫ്റ്റ് എന്നൊന്നും ആയിട്ടൊന്നും വന്നിട്ടില്ല. വരാൻ സാധ്യത കുറവാണ്. ഇത് രണ്ടും ബേസ് മോഡലിൽ ഒന്ന് തന്നെയാണ്. ഒരു സിംഗിൾ ചേഞ്ചസ് പോലും എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല. അങ്ങനെ പിന്നെ ബാറ്ററി പ്രിസ്മാറ്റിക് ബാറ്ററി ആണോ? ഇതിന്റെ ബാറ്ററിനെ കുറിച്ചിട്ട് ആൾക്കാർക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ EV എടുക്കുമ്പോൾ ഉള്ള പേടി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, ഇതിന് കാലം നമ്മൾ ഓടിച്ചിട്ട് ഈ ഇത്ര കാലം കൊണ്ട് നമുക്ക് ഇത് മുതലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ബാറ്ററിക്ക് പ്രോബ്ലം വരുമോ? EVക്ക് പോരായ്മകളായിട്ട് കുറേ ഉണ്ടല്ലോ, അതൊക്കെയാണ് പ്രശ്നം. ഇതിന്റെ ബാറ്ററി എങ്ങനെയാണ് ബ്രോ? അതായത് പ്രിസ്മാറ്റിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് അറിയാം, ഇപ്പം കുറച്ച് ആൾക്കാരുടെ റിവ്യൂ എടുത്തിട്ടാകുമ്പം ടാറ്റയിൽ പഞ്ചിൽ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രിസ്മാറ്റിക് ബാറ്ററിയാണ്, കുറച്ച് നല്ല ബാറ്ററിയാണ്. അതുപോലെ മഹീന്ദ്ര B6 9 ഒക്കെ വരുന്നത്
BYD-ന്റെ ബാറ്ററിയാണ്, അങ്ങനെ ബ്ലേഡ് സെൽ ടെക്നോളജി ബാറ്ററി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതില് വരുന്ന എന്താണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള ബാറ്ററി ആണോ ബ്രോ? ഇത്ര 60,000 കിലോമീറ്റർ വരെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. 17.3 കിലോ വാട്ട് ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. പ്രിസ്മാറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിന്റെ ആ ബാറ്ററിയുടെ ഷേപ്പിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ 30,000 നിന്ന് ഇപ്പോൾ 60,000 എത്തിയപ്പോഴത്തേക്കും ബാറ്ററി ഹെൽത്ത് നമ്മൾ ഓരോ സർവീസിന് പോകുമ്പോഴും അവർ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഉള്ള ഒരു ബാറ്ററി സ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 96 ആണ് ബാറ്ററി ഹെൽത്ത് ആയിട്ട് ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചിരുന്നു ഇതിപ്പം ബാറ്ററി ഹെൽത്ത് എത്ര എത്തുമ്പോഴാണ് ബാറ്ററി മാറേണ്ടി വരിക എന്ന്. പറഞ്ഞൊരു ബിലോ 88 അങ്ങനെ റേഞ്ചാണ് അവർ പറഞ്ഞത്. 90ക്ക് താഴെ എന്നുള്ള ഒരു റേഞ്ച് പറഞ്ഞു. പക്ഷെ അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെല്ലായിട്ട് തന്നെ മാറ്റി ചെയ്യാൻ, വീക്കായ സെല്ലിനെ എടുത്ത് മാറ്റിയിട്ട് ആഡ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. മൊത്തമായിട്ട് ബാറ്ററി വാങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് സർവീസ് സെന്ററിൽ നിന്ന് പറഞ്ഞത്. അതായത് ഒരു സെല്ല് മാറ്റണമെങ്കിൽ ഏകദേശം കോസ്റ്റ് എത്രയാവുന്ന അറിയോ ബ്രോക്ക്? അതിനെപ്പറ്റി എനിക്കറിയില്ല, കാരണം ഓരോ സെല്ലിന്റെ കോസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ അധികം സെല്ല് മാറ്റി വെക്കേണ്ട ഒരു വണ്ടി ഇതുവരെ അവർക്ക് വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. 1,05,00,000 ഒക്കെ ഓടിയ കോമറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ബാറ്ററിക്ക് അങ്ങനെ പ്രശ്നം അധികം കണ്ട വണ്ടികളില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ പിന്നെ ചിന്തിച്ചില്ല. ഇപ്പൊ ഒരു 1 lakh കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡാവേണ്ടി വരും. പിന്നെ ഇതിന് വാറണ്ടി കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പം പിന്നെ ടാറ്റയൊക്കെ ബ്രോക്ക് അറിയാമല്ലോ, ഇപ്പം അൺലിമിറ്റഡ് കിലോമീറ്റർ, അതുപോലെ തന്നെ 15 വർഷം വാറണ്ടിയൊക്കെയാണ് പുതിയ പഞ്ചിന് കൊടുക്കുന്നത്. അതുപോലെ ഈ MG കോമറ്റിന്റെ ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് വണ്ടി 2024 എടുത്ത സമയത്ത് അങ്ങനെ ലൈഫ് ടൈം വാറണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 8 years ബാറ്ററി വാറണ്ടി, അല്ലെങ്കിൽ 1.25 lakh കിലോമീറ്റർ. പിന്നെ നോർമൽ വെഹിക്കിൾ വാറണ്ടി ആയിട്ട് 3 year. അതാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ 2026 എടുത്ത കോമറ്റിന് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയാണ്. 15 വർഷത്തേക്കുള്ള ബാറ്ററി വാറണ്ടി ഉണ്ട്. നോർമൽ വെഹിക്കിൾ വാറണ്ടി 3 year. അങ്ങനെയാണ് ഡിഫറൻസ് ഉള്ളത്. അതിന് 15 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ എന്നാണ് MG പറയുന്നത്. ഇതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അതെ. ബാറ്ററിക്ക് 15 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നം അവിടെ കഴിക്കും അർത്ഥം. അതെ, ബാറ്ററി ആണല്ലോ എല്ലാവരുടെയും ഒരു ഇത്. എന്താണ് ബാറ്ററി പോവോ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം അല്ലെ പേടിയുടെ പുറത്താണ് പലരും ഈ EV-നെ നോക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ധൈര്യമായിട്ട് EV എടുക്കാമെന്ന് തന്നെയാണ് ഞാൻ പറയുക. ഈ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സ് എന്തായാലും ഉണ്ടാവും, അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഇപ്പം നമുക്ക് ഈ വണ്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പോവാം. 60,000 കിലോമീറ്റർ ഓടുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന അതേ റേഞ്ച് തന്നെ നിലവിൽ ഇപ്പോൾ ഓടുമ്പോൾ കിട്ടുന്നുണ്ടോ? പുതിയ വണ്ടിക്ക് റേഞ്ച് ഇപ്പം എത്രയാണ് ഇതിന് പറയുന്നത് ശരിക്കും റേഞ്ച് കമ്പനി എടുക്കുമ്പോൾ? 200 കിലോമീറ്റർ ആണ് പറയുന്നത്. 230 വരെ റീജൻ യൂസ് ചെയ്ത് ഓടിച്ചാൽ കിട്ടുമെന്നും കമ്പനി പറയുന്നുണ്ട്. റീജൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓടിക്കുന്ന ടെറൈൻ അനുസരിച്ചിരിക്കും. നല്ല സിറ്റിയിലും ഹൈവേയിലൊന്നും കിട്ടില്ല. സിറ്റിയിലും ഹൈവേയിലും കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ കൂടുതൽ റീജൻ നമുക്ക് കിട്ടുമോ? അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇടുന്നുള്ളതുകൊണ്ടും ആക്സിലേറ്റർ എന്ന് കാലെടുക്കുന്ന സമയത്ത് റീജൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലത്തൂടെ ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ റീജൻ നമുക്ക് കിട്ടും. നമുക്കിപ്പോ ഒരു വലിയൊരു കയറ്റം കയറുമ്പോ നമുക്ക് നല്ല കൺസംഷൻ വരും. പക്ഷെ അതേപോലെ ഇറങ്ങുമ്പോൾ നമുക്ക് അത് റീജനായിട്ട് ഒരു 1-2% ഒക്കെ എത്ര ദൂരത്തിനനുസരിച്ച് നമുക്ക് തിരിച്ചും കിട്ടാറുണ്ട്. പിന്നെ ഷമീം ചോദിച്ചൊരു ചോദ്യം, വണ്ടി ഫസ്റ്റ് എടുത്ത ടൈമില് ഇപ്പൊ 60,000 ഓടിയപ്പോഴേക്കും റേഞ്ചിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അതൊരു നല്ല ചോദ്യമാണ്. കാര്യമായി എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല. അപ്പം സാധാരണ ഒരു പെർസെന്റേജിൽ ഒരു 2 കിലോമീറ്റർ ഒക്കെ നമുക്ക് നന്നായി ഡിസിപ്ലിൻഡ് ആയിട്ട് ഓടിച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതിന് മുകളിലേക്കും വേണമെങ്കിൽ നമുക്ക് ഓടിക്കാം. ഇക്കോയിൽ ഇട്ടിട്ട് ഒരു ബാറ്ററി കൺസംഷൻ ഒരു 1 മുതൽ 5 ഒരു ആ ഒരു 3% കൺസംഷനിലൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് ഓടിക്കുവാണെങ്കിൽ നമുക്ക് 1% കൊണ്ട് ഒരു 2 കിലോമീറ്ററിന് മുകളിലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വലിയൊരു റേഞ്ചിന് ഡ്രോപ്പ് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം പുതിയ വണ്ടിയും എടുത്തതും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും തമ്മിൽ ഏകദേശം സെയിം തന്നെയാണ്. വലിയൊരു ഡിഫറൻസ് ആയിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് കാര്യമായി. സാധാരണ ഇപ്പൊ നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഉള്ള
ചാർജിങ് കപ്പാസിറ്റി പോലെ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ ചാർജ് നിൽക്കണം എന്നില്ല. അത് ബാറ്ററിയുടെ ഒരു ഇത് വെച്ചിട്ട് എല്ലാ ബാറ്ററി അങ്ങനെ തന്നെയാണ്. കാരണം ബാറ്ററി ഹെൽത്ത് ഇങ്ങനെ കുറഞ്ഞു തന്നെ വരും. ഇത്ര സൈക്കിൾ ഉണ്ട്, ഒരു 2000 സൈക്കിൾ. അത് ഓരോ ബാറ്ററി ആയിട്ട് ഇത് ചെയ്തിരിക്കും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ അത് റിയൽ ലൈഫിൽ അങ്ങനെ റിയൽ ലൈഫിൽ അത്ര ഫീൽ ചെയ്യാൻ മാത്രം. ഇപ്പൊ 60,000 ഓടുമ്പോൾ നമുക്കത് അത്ര ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി അധികം വീട്ടില് ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്റർ ഡെയിലി പോകുന്ന വീട്ടിൽ തിരിച്ചു വന്ന് ചാർജ് ചെയ്യുന്ന അത് നമ്മൾ ശ്രദ്ധിക്കാണ്ടും വരും. അങ്ങനെയുള്ള ഒരു കാര്യം അല്ല, ഡെയിലി പോയി വരുന്നത് കൊണ്ട് നമ്മൾ ഞാൻ ചെയ്യുന്നത് യൂഷ്വലി ഒരു 30% ഒക്കെ ബാലൻസ് ഉള്ളപ്പോൾ ചെയ്യാറുണ്ട്. ചിലപ്പം ആവശ്യം അനുസരിച്ച് 50 അല്ലെങ്കിൽ 60 ഉള്ളപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഒരു 60% അല്ലെങ്കിൽ 70% ഉണ്ടെങ്കിൽ നമുക്ക് പോകുന്ന ഡിസ്റ്റൻസ് നോക്കി നമ്മൾ ബാലൻസ് ഫില്ല് ചെയ്തിട്ട് തന്നെ പോകേണ്ടി വരും. ചില കേസിൽ നമ്മൾ 20-ൽ താഴെയും ഒരു 3% വരെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോ എനിക്ക് വേറെ വാഹനം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇത് തന്നെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ കണ്ടീഷനിലും ഞാൻ ഇത് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് നല്ല ഇത് എങ്ങനെയാണെന്നുള്ള ഇതുവരെ നമ്മൾ ഈ 2 വർഷം കൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു, ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടർ. അതാണ് റേഞ്ചിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യമായ ഡ്രോപ്പ് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു 1 lakhന് ശേഷമാണ് ഞാനത് നോക്കാന്ന്. 1 lakh ആവട്ടെ, അതിന് ശേഷം എന്താണെന്ന് ഞാനും ക്യൂരിയസ് ആണ്. എന്താണ് ഇതിന്റെ നെക്സ്റ്റ്, അല്ലെങ്കിൽ 1 lakh കഴിഞ്ഞുള്ള കിലോമീറ്റർ കഴിയുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ? ഇതും ഞാനും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്? വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യില്ല? അപ്പൊ എങ്ങനെയാണ്? അതായത് ഇപ്പം എല്ലാരും കുറെ ആൾ സോളാറൊക്കെ വെക്കുന്നുണ്ട്. ശരിക്കും സോളാർ വെക്കുന്ന ലാഭമാണോ എന്ന് ബ്രോ എങ്ങനെയാണ് ഇതിന്റെ ചാർജിങ്? ഞാൻ ഇത് വണ്ടി എടുത്ത് ഒരു 2 മാസത്തിന് ശേഷം ഞാൻ സോളാറാണ് വെച്ചത്. ഞാൻ സോളാർ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. 99% ചാർജിങ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. ചില കേസിൽ 1-2 തവണയാണ് ഞാൻ പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളത്. ലോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കാസർഗോഡ് ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പം അവിടുത്തെ ഹോട്ടലിൽ നിന്ന് ചാർജ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പിന്നെ കാസർഗോഡ് പോയിട്ടാണ്. അതെ. അവിടെ കുറച്ച് ലോക്കൽ ഓട്ടം കൂടെ ഉണ്ടായിരുന്നു ആ ടൈം. പിന്നെ ഒരിക്കൽ കോഴിക്കോട് കൊണ്ടുപോയിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു വട്ടം ചാർജ് ചെയ്തു. ഇത് എങ്ങനെ ചാർജ് ചെയ്താലും ഇത് സ്ലോ ചാർജ് വേരിയന്റ് ആണ്. അതിൻ്റെതായ ടൈം എടുക്കും. ഒരു 7 hours എടുക്കും 0 to 100 ആവാൻ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു 50% ഉണ്ടെങ്കിൽ തന്നെ ബാലൻസ് ആവാൻ ഒരു 3-4 hours ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിന്റെ ഫാസ്റ്റ് ചാർജ് വേരിയന്റ് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് AC ഫാസ്റ്റ് ചാർജ് ആണ്. നമുക്കിപ്പം മറ്റു വണ്ടികളിലെല്ലാം DC ഫാസ്റ്റ് ചാർജിങ് ഗണ്ണുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് നോർമൽ ഗണ്ണ് തന്നെ AC ഫാസ്റ്റ് ചാർജ് ആണ്. അത് നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് എല്ലാ ചാർജിങ് സ്റ്റേഷനിലും നമുക്ക് കിട്ടണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു കാര്യമായിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. നമ്മൾ ഓവർനൈറ്റ് ചാർജിങ് ആണ്. നമ്മുടെ 90% ചാർജിങ്ങും വീട്ടിൽ നിന്ന് തന്നെയാണ്. അതെ. അതായത് ഇപ്പൊ ബ്രോക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ലോങ് എടുത്തിട്ട് പോവാം. ഒരു മാക്സിമം ഒരു 150 കിലോമീറ്റർ എന്തായാലും റിയൽ ലൈഫിൽ കിട്ടൂല ഒറ്റ സ്ട്രെച്ചില് ഫുൾ ചാർജ് ആക്കി പോയി കഴിഞ്ഞാൽ. 150 കിലോമീറ്റർ നമ്മൾ ഏത് രീതിയിൽ ഓടിച്ചാലും നമുക്ക് ഇത് കിട്ടും. ഏത് മോഡിലിട്ട് ഓടിച്ചാലും എങ്ങനെ ഓടിച്ചാലും ഒരു 150 കിലോമീറ്റർ നമുക്ക് ഷുവറാണ്. നമ്മൾ ഫുൾ ആക്സിലേറ്റർ പെഡൽ ചെയ്ത് ഓടിച്ചാലും എല്ലാം നമുക്കൊരു 150 കിലോമീറ്റർ ഷുവറാണ്. ഈ EV ഓടിക്കുമ്പോൾ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മളൊരു ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഫുൾ ചാർജ് ഉള്ള സമയത്ത് നമ്മുടെ ഡിസ്റ്റൻസ് കുറച്ചേ കവർ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ വളരെ പെഡൽ ചെയ്ത് ചവിട്ടി ഓടിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട ഒരു ഇതുണ്ട്, നമുക്ക് ചാർജ് കുറവാണ് എന്നുള്ള ഒരു സമയത്ത് ഞാൻ വളരെ കൺസംഷൻ കുറച്ചിട്ട് വളരെ ലീനിയറായിട്ട് ഓടിച്ച് നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സാഹചര്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. അത് എനിക്ക് പറയാനില്ല ബ്രോ, ഏറ്റവും കൂടുതൽ EV എടുക്കുമ്പോൾ ക്ഷമ വേണം. പ്രത്യേകിച്ചിട്ട് MG കോമറ്റ് ഈ ഒരു വണ്ടി. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു 150 കിലോമീറ്ററിൽ കൂടുതൽ അല്ല 200 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മണിക്കൂർ ചാർജ് ഫുൾ ആകുമെന്ന് പറഞ്ഞാൽ ഇത് സ്ലോ ചാർജ് വേരിയന്റ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും 7 hours എന്തായാലും എടുക്കും. കാരണം ഇതിന്റെ ഒരു പർപ്പസ് ഈ ഡെയിലി ഇത്ര ഒരു കിലോമീറ്റർ, ഒരു ഫിക്സഡ് കിലോമീറ്ററിനുള്ളിൽ പോയി വരിക എന്നുള്ളതിനെ ഉദ്ദേശിച്ചാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് അത് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനോ അല്ല ഓടിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ആവുക, നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ചാർജിങ് സ്റ്റേഷൻ നമ്മൾ ഒരു ഫണ്ണായിട്ട് കരുതാം. ഇപ്പൊ ഒരു ബ്രോ ഇപ്പൊ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകുന്നു നോക്കാം ഒരു വീക്കെൻഡിൽ. അതെ, നമുക്ക് അന്നേരം ഒരുപാട് ടൈം ഉണ്ട്. അപ്പൊ നമ്മൾ പോകുന്നു, നമുക്കിപ്പോ എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ എത്തി നമ്മൾ അവിടെ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി കണ്ടുപിടിച്ച് അവിടെ ചാർജ് ചെയ്യാൻ ഇടുക. പിറ്റേ ദിവസം എടുത്തിട്ട് ആ ഒരു ഡിസ്റ്റൻസ് അങ്ങനെ ഇടുക. കാരണം ഞാൻ അങ്ങനെ ഒരു ട്രാവൽ ഇതുവരെ
ഇതുവരെ ഇതുകൊണ്ട് ചെയ്തിട്ടില്ല. കാരണം അതിന്റെ ഒരു ആവശ്യം വന്നില്ല. നമ്മൾ കൂടുതൽ ഡിസ്റ്റൻസ് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ട്രെയിൻ ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് കാർ എടുത്ത് അങ്ങനെ അധികം ലോങ് ഞാൻ വേണമെന്ന് വെച്ചാൽ പോവാം. അതിനെ നമ്മൾ അതിന്റേതായ ഒരു ത്രില്ലിൽ എടുത്താൽ നമുക്ക് പോകാം. ഇതിന്റെ ഒരു പ്രശ്നം ചാർജ് ചെയ്യാൻ ഇത്രയും ടൈം എടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. പിന്നെ അത് ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ ഡെയിലി ഇത്ര കിലോമീറ്ററിനുള്ളിൽ പോകാനാണ്. അതിന് മുകളിൽ ലോങ് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് വേറെ വണ്ടി ഉപയോഗിക്കാം. ഇതൊരു സെക്കൻഡറി വണ്ടി ഉണ്ടല്ലോ, മറ്റേ വിൻസർ ഉണ്ട്, പിന്നെ ആസ്റ്റർ ഉണ്ട്, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. ശരിക്കും MG ഇപ്പം നല്ലൊരു മാർക്കറ്റിൽ ഇപ്പം അത്യാവശ്യം കയറി വരുന്നുണ്ട് തോന്നുന്നു. അതെ അതെ, EV-ലാണ് MG കാര്യമായിട്ട് ഇപ്പം മാർക്കറ്റിൽ കയറി വരുന്നത്. വിൻസോർ നമ്പർ 1 സെല്ലിംഗ് വണ്ടിയായിട്ട് മാറി എന്നുള്ളതാണല്ലോ. വിൻസോർ ഇപ്പൊ ഒരുപാട് ഇറങ്ങി കാണിക്കുന്നുണ്ട്. മോസ്റ്റ് സെല്ലിംഗ് EV ആയിട്ട് ഈ സമയത്ത് ഈ വിൻസോർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോമറ്റും എനിക്ക് തോന്നുന്ന ഇത് ഉപയോഗിച്ച യൂസേഴ്സിന്റെ ഇത് റിവ്യൂ പ്രകാരം ആൾക്കാർ ഒരുപാട് പേര് ഈ വണ്ടി വാങ്ങി. ഇതിന് നല്ല ഗ്രോത്ത് ആണ് ഈ വണ്ടിയുടെ മാർക്കറ്റിംഗിൽ നിന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഒരുപാട് വണ്ടി പണ്ട് വന്ന ടൈമിൽ അത്രമാത്രം വിറ്റില്ല. പക്ഷെ ഇപ്പം ആവശ്യക്കാർ കൂടി, ഇതിന്റെ ഒരു ഉപയോഗം ആൾക്കാർക്ക് മനസ്സിലായി, ഇതിന്റെ ഒരു ലാഭം മനസ്സിലായപ്പം കുറെ ആൾക്കാർ അവരുടെ ഒരു സെക്കൻഡറി വണ്ടിയായിട്ട് ഇത് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തന്നെ ഇപ്പം ഞാൻ ബ്രദർ, പിന്നെ ബ്രദറിന്റെ കൊളീഗ്, അങ്ങനെ 3 വണ്ടി ഇപ്പൊ നമ്മുടെ ഈ ഒരു സർക്കിളിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം ഞാനിത് എടുത്തതിന് ശേഷം ആൾക്കാരെ എക്സ്പീരിയൻസ് ചോദിച്ച് വാങ്ങിയത് തന്നെയാണ്. ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചോദിക്കാൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് വലിയൊരു മോശം എക്സ്പീരിയൻസ് ഇതുവരെ ഇല്ല എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ളത്. ചെറിയ ചെറിയ എക്സ്പീരിയൻസ്, മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഏത് വാഹനത്തിനാണെങ്കിലും ഉണ്ടാവും. അതിന്റെ മോശം എക്സ്പീരിയൻസ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നല്ലതിനെ വെച്ച് മോശം ആണോ നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നല്ലത് തന്നെയാണ് കൂടുതലും പറയാനുള്ളത്. പിന്നെ ചെറിയ ചെറിയ നെഗറ്റീവ്സ് എല്ലാ വണ്ടിക്കും ഉണ്ടാവും. അപ്പൊ ആ നെഗറ്റീവ്സ് നമുക്ക് പറയാം ഇതിനുള്ളിൽ. അപ്പൊ ബ്രോ ഇപ്പൊ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്, അതായത് ഒരു ക്ഷമയോടുകൂടി ഓടിക്കാം, ആക്സിലേറ്റർ കൊടുത്തിട്ട് ഒരു. അതെ അതെ, നമുക്ക് EV വാഹനം എപ്പോഴും ക്ഷമയോടുകൂടി ഓടിച്ചാൽ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടും. ക്ഷമയില്ലാതെ ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ചാൽ നമുക്ക് അതേപോലെ റേഞ്ച് ഡ്രോപ്പ് ആവും. പ്രത്യേകിച്ച് നമ്മളൊരു കയറ്റം കയറുമ്പോൾ വണ്ടിയിൽ ഫുൾ ലോഡാണ്, നമ്മൾ ഫുൾ ആക്സിലേറ്റർ കൊടുത്താൽ ഓടിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ റേഞ്ച് ഡ്രോപ്പ് ആവും, ഒരു സംശയം വേണ്ട അതിൽ. പിന്നെ നമ്മൾ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്, നല്ല ചവിട്ടി വിട്ട് വേണം ബ്രേക്ക് ഇട്ട് പിന്നെയും ചവിട്ടി ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് പോകുമ്പോൾ റേഞ്ച് എന്തായാലും ഡ്രോപ്പ് ആവും. ഇതിന് നല്ല ക്ഷമയോടുകൂടി നമ്മളെ മീറ്ററിലെ ഒരു ബാറ്ററി കൺസംഷൻ ഒരു 5 ആ റേഞ്ചിലൊക്കെ 5, 6 ആ റേഞ്ചിൽ നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് പോവുകയാണെങ്കിൽ നല്ല ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യും. അപ്പം പക്ഷെ അത് ഓടിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ ഒരു ക്ഷമയോടുകൂടി ഓടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ആവശ്യം കൂടെ നോക്കിയിട്ടാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ക്ഷമയോടെ ഓടിച്ചേ തീരുള്ളൂ. അങ്ങനെ പിന്നെ ക്ഷമയില്ലാത്തവർക്ക് ചാടി പിടിച്ച് പോകണം, ഇപ്പൊ പെട്ടെന്ന് പോകണം, പെട്ടെന്ന് വരണം, എനിക്ക് ക്ഷമയില്ലാന്നുള്ളവർക്ക് എന്തായാലും EV പറ്റിയേ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ, ഒരു 600, 700 റേഞ്ച് കിട്ടുന്ന ഒരു വാഹനമാണെങ്കിൽ ക്ഷമ വേണമെന്നില്ല. കാരണം അവർക്ക് പോകാനുള്ളത് ഒരു ഒറ്റ സ്ട്രെച്ചിൽ എത്രയും കിലോമീറ്റർ പോകാൻ പ്ലാൻ ഇല്ലെങ്കിൽ പിന്നെ ക്ഷമയുടെ പ്രശ്നമില്ല. ഈ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ 150 അല്ലെങ്കിൽ 100 പോകാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓടിച്ചു പോവാം. പക്ഷെ നിങ്ങൾക്ക് ഒരു 180 അല്ലെ 190 ഒക്കെ ആണ്, അല്ലെ 170 ആണ് കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി കൂടെ വിജിലന്റ് ആയിട്ട് ഓടിക്കണം, ഇച്ചിരി കൂടെ ക്ഷമയോടെ ഓടിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ കണ്ണൂർ നിന്ന് കാസർഗോഡ് പോയി അവിടെ ചെറിയ ലോക്കൽ ഓട്ടം കൂടെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ വളരെ കെയർഫുൾ ആയിട്ടാണ് ഇത് ഓടിക്കുക. ഇടയ്ക്ക് ചാർജിങ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിന് നമ്മുടെ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് മാത്രം. ഒരു 50% ചാർജ് ചെയ്യാൻ ഒരു 2-3 hour മതി. പക്ഷെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വർക്കിന്റെ ഇതായിട്ട് നമുക്ക് അതിന് നേരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഓടിച്ച് തിരിച്ച് കണ്ണൂർ എത്തിക്കാറുണ്ട്. ചില കേസിൽ നമുക്ക് കണ്ണൂർ കാഞ്ഞങ്ങാട് ഏരിയയിൽ ഞാൻ ബ്രദറിന്റെ വീടിന്റെ അവിടെ ചാർജ് ചെയ്യാറുണ്ട് ടൈം സമയം ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ പോയി വരുന്നത്. ഒരു 60,000 കിലോമീറ്റർ ഓടി MG കോമറ്റ് EV ഉപയോഗിക്കുന്ന യൂസർ എന്ന നിലക്ക് ബ്രോക്ക് ഇപ്പം സാറ്റിസ്ഫൈഡ് ആണ്? അത്യാവശ്യം ഇതുവരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. മെയിൻ്റെനൻസ് ലെവലിൽ നോക്കുവാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന സാധാരണ എവറി 10,000 സർവീസ് ഉണ്ട്. AC ഫിൽറ്റർ മാറുക, അങ്ങനെ ചെറിയ ചെറിയ ഒരു 1000-1500 രൂപയുടെ സർവീസാണ് വരാറുള്ളത്. പിന്നെ വന്നിരിക്കുന്ന ഇപ്പോൾ ഒരു 50,000 ഞാൻ ലോറാം കാര്യങ്ങളൊക്കെ മാറി, സ്റ്റിയറിംഗ് ട്രാക്ക് അതൊക്കെ വാറണ്ടി തന്നെ മാറി. എല്ലാ വണ്ടികൾക്കും എത്രയും കിലോമീറ്റർ ഓടുമ്പം
പലവിധ സാധനം കമ്പോണൻസും മാറേണ്ടി വരും. കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്ന ഇല്ല, ഇതൊക്കെ വാറണ്ടി തന്നെ ഇവര് ലോറാമും സ്റ്റിയറിംഗ് ട്രാക്കും ഒക്കെ മാറി തന്നു. പിന്നെ കയ്യിൽ നിന്ന് പൈസ മുടക്കി മാറേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈപ്പർ, മറ്റേ ബ്രേക്ക് പാഡ് മാറണമെങ്കിൽ അത്, ഇതൊക്കെയാണ് കയ്യിൽ നിന്ന് പൈസ മുടക്കി മാറേണ്ട വെയർ ആൻഡ് ടയർ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതും ബ്രേക്ക് പാഡ് ഞാൻ ഒരിക്കലേ മാറ്റിയിട്ടുള്ളൂ, പിന്നീട് ഞാൻ മാറ്റിയിട്ടില്ല. 30,000 ആ ടൈമിൽ ഹാൻഡ് ബ്രേക്ക് പിടിച്ചു പോയ സമയത്താണ് ബ്രേക്ക് പാഡ് മാറ്റിയത്, പിന്നെ മാറ്റിയിട്ടുണ്ടായില്ല. ടയർ ഫസ്റ്റ് വണ്ടി വാങ്ങിയപ്പോൾ കിട്ടിയ ടയർ 30,000 കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇട്ട ടയർ ഇപ്പോൾ 30,000 ആയി, 60 എബവ് ആയി. അപ്പോൾ ടയർ മാറ്റാനായെന്ന് വെച്ചാൽ അത്ര മാത്രം ആയിട്ടില്ല. 4 മാറിയതാണ്. ഇപ്പൊ അടുത്ത 4 ഒരു 5,000 കൂടെ ഓടുന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പിന്നെ മറ്റേ ഈ വണ്ടിയുടെ ഒരു നെഗറ്റീവ് സൈഡ് പറയാനുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം ആകുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഹാൻഡ് ബ്രേക്ക് ഇട്ടാല് ഇത് ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് ലാസ്റ്റ് പൊട്ടും, ഇതിന്റെ സിലിണ്ടറൊക്കെ അവിടെ നിന്ന് പൊട്ടും. വളരെ ലൈറ്റ് ആയിട്ട് ഹാൻഡ് ബ്രേക്ക് വലിക്കുക, എന്തെങ്കിലും പുറകിൽ കട്ട വെച്ച് നിർത്തിയിട്ടാണ് ഞാനിപ്പോ. കാരണം ഹാൻഡ് ബ്രേക്ക് വലിച്ചാലേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, ചാർജിങ് കണക്ട് ആവുള്ളൂ. ചെറിയ രീതിയിൽ വലിച്ചിട്ടിട്ട്. അതെ അതെ അതെ. അതെന്താ അങ്ങനെ കമ്പനിയിൽ പറഞ്ഞിട്ടാകുമ്പോ അങ്ങനെ ഒരു, അത് ഈ വണ്ടിക്ക് എല്ലാം ഉള്ള ഒരു കംപ്ലൈന്റ് ആണ്. ചെറിയ ടയർ സൈസ് ആണ്, വെള്ളം കയറുമ്പോഴത്തേക്കും ഡിസ്കില് ഉണ്ടാകുന്ന തുരുമ്പ് ഇങ്ങനെ ആയിട്ട് അത് അവിടെ പിടിച്ചു വെക്കും. അപ്പൊ റിലീസ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളെങ്കിൽ എപ്പോഴും റേഡിയോ ഓൺ ആണ്. നമ്മൾ കയറി കഴിഞ്ഞാൽ അപ്പം. അതെ അതെ അതെ. ഇപ്പൊ ഞാന് ബ്രോന്റെ മറ്റേ വണ്ടി എടുത്തിട്ട് 2 വണ്ടി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തു വരുമ്പോ റേഡിയോ ഓണാണ്. അത് നമ്മള് താക്കോലിട്ട അപ്പൊ റേഡിയോ ഓണാണ്. റേഡിയോ നമ്മൾ വന്നിട്ട് മാനുവലായിട്ട് ഇത് ഓഫ് ആക്കുക എന്നുള്ളതാണ് ചെയ്യുക. ഓരോ സമയത്ത് ഓൺ ആക്കുമ്പോ അതാണ്. പിന്നെ ഒരു അങ്ങനെയാണ്, അത് മാത്രമാണ് നമുക്കൊരു അനോയിങ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ചിലപ്പോൾ നമ്മൾ ഫോൺ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുന്നവിടെ വീണ്ടും റേഡിയോ പാടും, നമ്മൾ വീണ്ടും ഓഫ് ആക്കണം. അതെനിക്കൊരു ഇറിറ്റേഷൻ ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഈ ഫസ്റ്റ് ഇപ്പോൾ ഇത് 2024 ഇറങ്ങിയ ഈ വണ്ടി നമ്മൾ ഡോറ് എല്ലാം ആ സൈഡിലെ ഡോറ് ക്ലോസ് ആകുന്നാൽ ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഒരു എയർ കംപ്രഷൻ കാരണം പ്രോപ്പറായിട്ട് നല്ല ശക്തി ഉപയോഗിച്ചില്ലേ അടയില്ല. പക്ഷെ പുതിയ 2026 മോഡലിൽ അതിന് പ്രശ്നമില്ല, നോർമൽ ആയിട്ടുള്ള ഇതിൽ തന്നെ അത് അടയുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. പക്ഷെ ഇത് ആ ഒരു എയർ കംപ്രഷൻ ടൈറ്റ് ഉള്ളതുകൊണ്ട് ഇതിന് പുറത്തുനിന്നുള്ള നോയിസ് ലെവൽ അധികം ഉള്ളിലേക്ക് കേൾക്കാൻ അങ്ങനെ ഇല്ല. ചെറിയ ക്യാബിനും സ്റ്റിയറിംഗ് റാക്കും ഒക്കെ ആയതുകൊണ്ട് ഈ ടയറിന്റെ ഒരു ഇത് എപ്പോഴും ഉണ്ടാവും. നമുക്കൊരു മോശം കട്ടർ റോഡൊക്കെ കയറി കഴിയുമ്പോൾ സ്റ്റിയറിങ്ങിനൊരു റാറ്റിൽ നോയിസ് പോലെ നമുക്ക് തോന്നും. ഷെയ്ക്കല്ല, ഒരു റാറ്റിൽ നോയിസ് പോലത്തെ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ കാര്യമായ വിഷയങ്ങളൊന്നും അങ്ങനെ എന്തെങ്കിലും. ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിലധികം സോഫ്റ്റ്വെയർ ബഗ്സ് ഇല്ല. കാരണം ഇതൊരു TFT ഡിസ്പ്ലേ ആണ്, ഇതിനകത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ആൻഡ്രോയിഡ് ഡിസ്പ്ലേയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സോഫ്റ്റ്വെയർ ബഗ്സ് ഇതിനകത്ത് തീരെ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അതെ. അപ്പൊ ഇത്രയും നെഗറ്റീവ് ആണ് ഉള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കംഫേർട്ട്, ആ കാര്യം നമ്മൾ സംസാരിക്കാൻ വിട്ടുപോയി. അതായത് നെഗറ്റീവ് ഇപ്പം ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇത്രയും കാലത്തിന്റെ ഇടക്ക് തോന്നിയത് അല്ല. പിന്നെ ഷോറൂം എക്സ്പീരിയൻസ് ചിലപ്പം യൂസേഴ്സിന് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന കൂടുതലും കണ്ണൂരിന്നാണ്. മോശം പറയാനായിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ അത്ര നല്ലതാണെന്ന് ചോദിച്ചാൽ അതുമല്ല, അങ്ങനെ ഒരു ഇതാണ്. അതെ, ഒരു കുഴപ്പമില്ല, നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. പിന്നെ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ടൈം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇച്ചിരി മാറുന്നുണ്ട്. അത് MG എനിക്ക് തോന്നുന്ന കാസർഗോഡും കൂടെ പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെയാണ് അവർ പറയുന്നത്, വെഹിക്കിൾ പോപ്പുലേഷൻ കൂടിയത് കൊണ്ട്. ഇതുവരെയുള്ള ഓവറോൾ ഓക്കെ, എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നില്ല, എന്നാലും ഓക്കെ. പക്ഷെ ഈ EVനെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ അറിയുന്ന സർവീസ് സെന്ററിൽ ആൾക്കാരെ വെക്കണം അല്ലേ? അതെ 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 അതെ. EV എപ്പോഴും ഇതിപ്പം ഡെയിലി ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയില്ല ഇത് എത്രമാത്രം പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ MG ഒക്കെ കൂടുതൽ EV വാഹനങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഇത്രയും കാലം ഉപയോഗിച്ചിട്ട്, അതായത് കംഫർട്ട് വളരെ ഒരു പ്രധാന ഘടകമല്ലേ ബ്രോ? ഇപ്പം ഈ അതായത് EV വെഹിക്കിളിന്റെ കംഫർട്ട്, യാത്രാ സുഖം, അതായത് ടയേർഡ് ഇല്ല, അതൊക്കെ ഒരു ആ കാര്യം നമ്മൾ സംസാരിച്ചില്ല. കംഫർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ MG കോമറ്റിന്റെ കംഫർട്ട് അതിന്റെ ഫ്രണ്ട് 2 സീറ്റിലും
വലിയ ഒത്തിരി എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനില്ല, പക്ഷെ ഓക്കെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാം. പിന്നെ വേറെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പോകാം. പുറത്തുനിന്നുള്ള ചെറിയ സൗണ്ട് മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ടിവിയിൽ നമുക്കൊരു ടയേർഡ് കുറവായിട്ടും ഫീൽ ചെയ്യുന്ന യാത്ര ഒരു ചെയ്തതുപോലെ അറിയാത്തൊരു ഫീലും ഉണ്ട്. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് മറ്റേ ഐസെഞ്ചിൻ വണ്ടിയിൽ എന്തായാലും എത്ര റിഫൈൻഡ് ആയ വണ്ടിയാണെങ്കിലും ഒരു ചെറിയ വൈബ്രേഷൻ നമുക്ക് ഉണ്ടാവും. നമ്മള് സൗണ്ടും വൈബ്രേഷനും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ അതിനൊരു മിക്സിലാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാബിനിൽ ഇരുന്ന് ഇങ്ങനെ പോവുകയാണ്. പ്രത്യേകിച്ചുള്ള വൈബ്രേഷൻസ് ഇല്ല, ജർക്കിംഗ് ഇല്ല, അങ്ങനെ കാര്യമായ പുറത്തുനിന്നുള്ള നോയ്സ് അല്ലാതെ വേറെ ഒന്നും ഇല്ല. മറ്റേ ഐസെഞ്ചിൻ വണ്ടിക്കകത്ത് ഒരുപാട് ടൈപ്പ് നോയ്സുകൾ നമ്മൾ ഫുൾ ടൈം അനുഭവിച്ചാണ് നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് AC മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമുക്ക് ഫീലിംഗ് ആയിട്ട് തോന്നാത്തതുകൊണ്ടായിരിക്കാം അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് അതിന്. ഇപ്പൊ ഇതിന് നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ആൾക്കാർ EV വാഹനത്തിന് ഞാനിപ്പോൾ 1-2 യൂസർ റിവ്യൂ എടുത്തിട്ടാകുമ്പോൾ അവർക്കുള്ള പേടി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ ഓടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ബ്രോക്ക്, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ വെള്ളത്തിൽ കൂടെ ഓടിച്ചത് കൊണ്ട് കാര്യമായ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. കാരണം ഇതിന് വാട്ടർ ബീഡിങ് കപ്പാസിറ്റി അവർ പറയുന്നുണ്ട്, ഇത്ര വാട്ടർ ബീഡിങ് കപ്പാസിറ്റി, വാട്ടർ പ്രൂഫാണ് ബാറ്ററി. നോർമലായിട്ടുള്ള വെള്ളക്കെട്ടുകളെല്ലാം ഞാൻ ഇറക്കിയിട്ടുണ്ട്, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി ഫുള്ള് വണ്ടി പറയുന്നുണ്ട് അങ്ങനെ കമ്പനി ഇത്ര വാട്ടർ ബീഡിങ് കപ്പാസിറ്റി വരെ കമ്പനി പറയുന്നുണ്ട്. അതിന് വെള്ളിലേക്കുള്ള വെള്ളക്കെട്ടിൽ മുങ്ങി നിന്നാൽ ചിലപ്പോൾ ബാറ്ററിക്കകത്ത് എന്തായാലും വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട്. കാരണം അത് എത്ര ടൈം കിടക്കുന്നു എന്നുള്ളതായിരിക്കും. നോർമൽ വെള്ളക്കെട്ടുകളും ഇതിലൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ വീഡിയോ കാണുന്നവർക്ക് ബ്രോക്ക് ഇപ്പം കൂടുതലായിട്ട് കാര്യം EVനെ കുറിച്ചിട്ട് എല്ലാ വാഹനത്തിനെ കുറിച്ചിട്ടും പറയാൻ പറ്റില്ല. MG കോമറ്റ് ഈ വാഹനത്തിനെ കുറിച്ചിട്ടില്ല, EV വാഹനത്തിനെ കുറിച്ചിട്ട് ബ്രോക്ക് ഒരു സജഷൻ എന്താണ് പുതുതായിട്ട് ഈ ഒരു വാഹനം വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഈ വാഹനം വാങ്ങാൻ പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഓട്ടം ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഉദ്ദേശിച്ചിട്ടാണ് ഈ വണ്ടി കമ്പനി തന്നെ ഇറക്കിയിരിക്കുന്നത്. ആ ഒരു ആംഗിളിൽ നോക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് വണ്ടിയാണ്. സിറ്റി ഡ്രൈവ് കാര്യമായിട്ടുള്ളവർക്കും ഡെയിലി ഒരു 50 കിലോമീറ്റർ 100 കിലോമീറ്റർ പോയി വരേണ്ട ആൾക്കാർക്കും ബെസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ട് എനിക്ക് പറയാം. ഓഫീസിൽ പോവാ, തിരിച്ചു പോവാ. പിന്നെ നിങ്ങൾ ഇതൊരു പ്രൈമറി വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 100% പറയാൻ പറ്റില്ല. പ്രൈമറി ആയിട്ട് നിങ്ങളുടെ സെക്കൻഡറി വണ്ടിയായിട്ട് നിങ്ങൾക്ക് വളരെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണിത്. കാരണം ഡെയിലി യൂസിനുള്ളവർക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആൾക്കാരായിരിക്കും കൂടുതൽ ഇതിലേക്ക് വരിക. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നുകൂടും. എല്ലാം പുതിയ ഇപ്പൊ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് പോയിട്ട് എടുക്കാം. നിങ്ങളെ യൂസേജ് എങ്ങനെയായിരിക്കണം, ഇതുപോലുള്ള യൂസേജ് ഉള്ളവർക്ക് അത് ഉപകാരപ്പെടും അല്ലേ? അതെ. ഇതുപോലെയുള്ള യൂസേജും സിറ്റി ട്രാഫിക്കിൽ യൂസ് ചെയ്യുന്നവരും ഡെയിലി കൂടുതലും ഓഫീസിലും കാര്യങ്ങളൊക്കെ പോയി വരുന്നൊരു സിറ്റി ട്രാഫിക്കിലായിരിക്കും കൂടുതൽ ടൈം ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഫീമെയിൽസിനാണെങ്കിലും കുറച്ചും കൂടെ, ലേഡീസിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. അതെ. ഫീമെയിൽസിന് ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഈ വണ്ടിയിൽ എന്ന് വെച്ചാൽ ഇതിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും കാണാം. അപ്പം അങ്ങനെ നമുക്ക് ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് എവിടെ നിന്നും തിരിച്ചെടുത്ത് നമുക്ക് പോകാൻ പറ്റും. ഹാൻഡ്ലിങ് വളരെ ഈസിയാണ്. അതാണ് ഇതിനെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്, ഇത് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഓടിച്ചു നടക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാൻഡ്ലിങ് അത്രയും ഈസി ആണെന്നുള്ളതുകൊണ്ടാണ്. വളരെ ഈസി ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ് ഈ വണ്ടി. ക്രേസി ഡ്രൈവിംഗ് ഒക്കെ സ്പോർട്സ് മോഡൊക്കെ ഇട്ടിട്ട് ഓടിക്കാറുണ്ടോ? അങ്ങനെ ഉണ്ട്. ഈ വണ്ടി നമുക്ക് ഇത് കാണാൻ കുഞ്ഞനാണെങ്കിലും ഇതിന്റെ പെർഫോമൻസ് അത്ര കുഞ്ഞതല്ല, വളരെ മികച്ച പെർഫോമൻസ് ഉള്ള ഒരു വണ്ടിയാണ് ഇത്. കാരണം എക്കോ, നോർമൽ, സ്പോർട്സ്. ഇക്കോയിൽ തന്നെ നല്ല പവറാണ്, നോർമൽ ഇട്ടാൽ കുറച്ചുകൂടെ ഒരു ഫീൽ ചെയ്യും. 3 മോഡിൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് ഫീൽ ചെയ്യും. സ്പോർട്ടിലൊക്കെ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാറ്ററി കൺസംഷൻ കൂടും, പക്ഷെ വണ്ടി ക്വിക്കായിട്ട് റെസ്പോൺസ് ചെയ്യും. അതാണ് ഡിഫറെന്റ്. പെർഫോമൻസ് വെച്ച് നോക്കിയാലും ഒരു ഐസെഞ്ചിൻ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇത് അതിനേക്കാൾ ഒത്തിരിയോ മുകളിലാണ് ഇതിന്റെ പെർഫോമൻസ്. പിന്നെ സേഫ്റ്റിന്റെ കാര്യം പ്രത്യേകിച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ല അല്ല എംജിന്റെ ഒരു കാര്യത്തിൽ? എംജിന്റെ സേഫ്റ്റി സൈഡ് ഇതിന്റെ റേറ്റിംഗിൽ 4 സ്റ്റാർ ഒക്കെയാണ് കണ്ടത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ഡോറൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹെവി ആയിട്ടുള്ള ഡോറാണ്. ഓപ്പൺ ആക്കി അടക്കുമ്പോ ഒക്കെ നമുക്ക് പറ്റുന്നില്ല അങ്ങനെ ഈസി ആയിട്ട്. വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഡോർ. അതെ, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് വണ്ടിക്ക്. കാരണം ഈ വണ്ടി എല്ലാം ഉപയോഗിക്കുന്ന എല്ലാവരും ഒരു സെക്കൻഡറി വണ്ടിയായിട്ടോ അല്ലെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ തീരെ ഒരു മോശം ബിൽഡ് ക്വാളിറ്റിയിൽ ഈ വണ്ടി ഏതായാലും കൊടുക്കാൻ സാധ്യതയില്ല. അതിൻ്റെതായ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇതിന് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്.
ഐഡിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 150 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഡെയിലി ഓട്ടോ ഉള്ള ഒരാൾക്ക് ബെസ്റ്റ് വണ്ടിയാണ്. അത് ഇപ്പം ഓഫീസ് വർക്കാണോ ഫീൽഡ് വർക്കാണോ ഏത് ടൈപ്പുള്ള ജോലിയാണെന്നുള്ളതല്ല, കൂടുതലും ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണല്ലോ ഇത് നോക്കുക. അപ്പോൾ ഇത് ഏത് ടൈപ്പുള്ള ജോലി 150 കിലോമീറ്ററിനുള്ളിൽ നിങ്ങൾ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസിൽ ബെസ്റ്റ് വണ്ടിയാണ്. അതൊരു എൻട്രി ലെവലിലെ EV കാർ അല്ലേ? എൻട്രി ലെവലുള്ള EV കാർ. ഇതിപ്പം എൻട്രി ലെവലിലുള്ള ബേസ് മോഡലാണല്ലോ. അപ്പോൾ ഇത് മാക്സിമം വില കുറഞ്ഞ് നമുക്ക് മാക്സിമം യൂട്ടിലിറ്റി എന്നുള്ള ഒരു ആംഗിളിലാണ് ഞാനിത് വാങ്ങിയത്. ഒരു 8 lakh പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസാണ് ഇതിന് മെയിനായിട്ട്. നമ്മുടെ കാര്യങ്ങൾ ഇതിൽ ഡെയിലി നടന്നു പോവുക, മാക്സിമം യൂസ് ചെയ്യുക. EVന്റെ കൺസെപ്റ്റ് തന്നെ അതാണ്. അതെ, മാക്സിമം യൂസ് ചെയ്യുക. വീട്ടിൽ കയറ്റി വെക്കാനാണ് EV വാങ്ങുന്നത്. നിങ്ങൾ മാക്സിമം ഇത് ഓടിച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓരോ കിലോമീറ്റർ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭം വരിക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടതിന്റെ കാര്യം. അപ്പോൾ ബ്രോ ഇത്രയും കാര്യങ്ങളാണ് ആൾക്കാർക്ക് ഒരു ജെന്യൂൻ യൂസർ റിവ്യൂ ഷെയർ ചെയ്യാൻ. ഈ ഇന്നത്തെ ഒരു പെട്രോളിന്റെ വില വെച്ചിട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഒരു ശരാശരി 13-15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഐസ് എഞ്ചിൻ വണ്ടി, ഈ വണ്ടി ഒരു 80,000-90,000 ഓടിക്കുമ്പോഴത്തേക്കും ഈ വണ്ടിയുടെ വില നമുക്ക് മുതലാക്കി എടുക്കാൻ ബ്രേക്ക് ഇവൺ ആവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ പോരായ്മ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ, റീസെയിൽ. EV മാർക്കറ്റിൽ റീസെയിൽ ഏറ്റവും വലിയൊരു ഘടകമാണ്. റീസെയിൽ നോക്കി വണ്ടി എടുക്കാനുള്ള ടൈം ആയിട്ടില്ല. കാരണം നമ്മൾ ഇപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലാഭിക്കുക എന്നുള്ള ആംഗിളിൽ എടുക്കാൻ പാടില്ല. കാരണം ഒരു മാസം പെട്രോളിന് ഞാൻ എത്ര ചെലവഴിക്കുന്നുണ്ട്, EV എടുത്താൽ അതിൽ നിന്ന് എനിക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ആംഗിളിൽ ചിന്തിച്ച് മാത്രമേ ഈ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനിപ്പം പെട്രോൾ എനിക്ക് മാസം 1000 രൂപയെ ചിലവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഞാൻ EV എടുത്തുകൊണ്ട് എനിക്ക് ലാഭിക്കാൻ പറ്റില്ല. പക്ഷെ മാസം എനിക്ക് പെട്രോളിന് 10,000 അല്ലെ 5,000-ന് മുകളിലേക്ക് പെട്രോൾ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് എടുത്താൽ നമുക്ക് അത് ലാഭിക്കാൻ പറ്റും. നമുക്ക് ഇതിന് ഒരു മാസം 10,000 രൂപയുടെ പെട്രോൾ ശരാശരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈ വണ്ടി ഓടിച്ച് കിടക്കാൻ മാസം 1,500-2,000 രൂപയുടെ എക്സ്പെൻസ് മാക്സിമം വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ചില ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് കമൻ്റ് ഇടും. നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അല്ലെ ബ്രോ അടക്കം റിപ്ലൈ തരുന്നതായിരിക്കും. ഞാനും റിപ്ലൈ തരും. അല്ലെ ബ്രോന്റെ എന്തെങ്കിലും ഡൗട്ടുകൾ ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട എന്ത് കേസിനും നമ്മൾ റിപ്ലൈ തരാൻ റെഡിയാണ്. കാരണം നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന റിവ്യൂ ജെന്യൂൻ റിവ്യൂ ആണ്. ഇനി ഇതിന്റെ മോശം സൈഡുകൾ വരുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു 1 lakh കിലോമീറ്ററിന് ശേഷം എന്തെന്നുള്ളത് നമുക്ക് വേണ്ടി വീണ്ടും ചെയ്യാവുന്നതാണ്. ഒന്നും കൂടെ വീഡിയോ എടുക്കാം നമുക്ക്. അതെ, നമ്മളിപ്പോൾ 30,000-ലൊന്ന് ചെയ്തു, 60,000-ലൊന്ന് ചെയ്തു. ഇനി നമുക്ക് അടുത്ത 1 lakh-ലൊന്നും കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് അന്നേരം നമുക്ക് എന്താണ് നെഗറ്റീവ് സൈഡുകൾ കൂടുതൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ അങ്ങോട്ട് ആവശ്യം. എന്താണ് ഇത് 1 lakh-ന് ശേഷം ഇതെന്ത് സംഭവിക്കും, ഇതിന്റെ നെഗറ്റീവ് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് എനിക്കും അറിയാൻ താല്പര്യമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഭാവിയിൽ ചെയ്യാം. അപ്പം നിങ്ങൾ പലരും ചാനൽ കണ്ടിട്ട് പോകുന്നുണ്ട്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോ വാഹനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. പ്രത്യേകിച്ചിട്ട് ബ്രോനോട് ഒരു താങ്ക് യു. കാരണം കുറേ വർക്കിൻ്റെ ഇടക്കാണ് ഇത്രയും സമയം നമുക്ക് തന്നത്. അപ്പോൾ താങ്ക് യു. വെൽക്കം. ബൈ.